ഗുഡ് ആഫ്റ്റർനൂൺ ട്രേഡേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നൊരു ആക്ച്വലി ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യേണ്ട എന്നുള്ള ഇതിലായിരുന്നു. ഓക്കെ, ആക്ച്വലി നിഫ്റ്റി നമ്മുടെ സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി എല്ലാം ഇപ്പോൾ ഇന്ന് ബ്രേക്കൗട്ട് നടത്തി, ബാങ്ക് നിഫ്റ്റി ബ്രേക്കൗട്ട് നടത്തി. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷാണ്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് ഇന്നപ്പോൾ ഞാൻ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ജസ്റ്റ് സ്കാൽപ്പിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാനപ്പം എടുത്തേക്കുന്നത് ഒരു 700 ക്വാണ്ടിറ്റിയാണ് ഞാൻ സെൻസെക്സ് എടുത്തേക്കുന്നത്. ഔട്ട് ഓഫ് ദ മണി തന്നെയാണ്. ജസ്റ്റ് ഒരു ഹീറോ സീറോ എന്നൊരു കോൾ പോലെ തന്നെ ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പം ഞാനിത് എടുത്തേക്കുന്നത് ഒരു 29 ലെവലിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ആക്ച്വലി ഞാൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തത് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 24-25 ആ റേഞ്ചിലാണ്. ഓക്കെ, ലിക്വിഡിറ്റി കുറവായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നത്. ഞാനപ്പോൾ 1:1 ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, 1:1. ഓക്കെ, അപ്പം 1:1, അതായത് ഒരു 700 ക്വാണ്ടിറ്റിയാണ്. ഞാൻ 7,000 റുപ്പീസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ 7,000 റുപ്പീസ് ലോസ്, ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 7,000 റുപ്പീസ് പ്രോഫിറ്റ് ആദ്യം ഏതാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് ഓൺലി ബുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല, കാരണം ഇതിനകത്ത് കവർ ഓർഡർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഓൾറെഡി ഇപ്പം ഫോണിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ലാപ്പിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം വോയിസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എന്നെ ഇൻഫോം ചെയ്യുക. ഓക്കെ, കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ഇനിയും വോയിസ് ഒന്ന് ക്ലാരിറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ലോസിലാണ്, ഒരു 3,000, 4,000, 5,000 ഓക്കെ ലോസിലാണ്. അപ്പോൾ എൻ്റെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 7,000 റുപ്പീസാണ്. ഓക്കെ, 7,000 റുപ്പീസ് എപ്പോൾ കാണുന്നു അന്നേരം ഞാൻ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, 7,000 റുപ്പീസ്. ഓക്കെ, പ്രോഫിറ്റ് ഞാൻ 7,000 റുപ്പീസ്. 1:1 ആണ് സ്കാൽപ്പിംഗ് ഒക്കെ. ആക്ച്വലി 1:2, 1:3 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കൂടുതലാണ്, കാരണം ബൾക്ക് ക്വാണ്ടിറ്റി അല്ലേ. അപ്പം 1:1 റിസ്ക് റിവാർഡ് തന്നെ മതി. ഓക്കെ, ഞാൻ ഈ ഇതിൽ സെൻസെക്സിൽ ഈ ഒരു ടാർഗറ്റ് വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയും ടാർഗറ്റിലൊന്നും വെയിറ്റ് ചെയ്തില്ല. ജസ്റ്റ് എനിക്കൊരു 1:1 ആകുമ്പോഴത്തേനും ഞാൻ എക്സിറ്റ് അടിക്കും. ഓക്കെ, കാരണം നമ്മൾ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 81,200 ആ ഒരു ലെവലിലാണ് സെൻസെക്സ്. പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് 81,600 ആണ്. അറൗണ്ട് ഒരു 500 പോയിൻറ്റ്സ് നല്ലൊരു ഔട്ട് ഓഫ് ദ മണി. ഓക്കെ, ജസ്റ്റ് ഹീറോ സീറോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് എടുത്തേക്കുന്നത്. ഈ ഒരു ട്രേഡ് എന്ന് പറയുന്ന റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക്കാണ് 7,000 റുപ്പീസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്ന് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമ്മുടെ ഇന്നലത്തെ ആ ഒരു പ്രീവിയസ് ഞാൻ ഡേ വ്യൂ പറയുന്ന പോലെ തന്നെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡ് മൊമെൻറ്റം നല്ലപോലെ കിട്ടുമെന്ന്. ഓക്കെ, ഇന്ന് കറക്റ്റ് അതേപടി തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും നല്ലൊരു മൊമെൻറ്റമാണ് ഇന്ന് കിട്ടിയത്. ഓക്കെ, ആക്ച്വലി ഇന്ന് നിഫ്റ്റിയിൽ ആദ്യമേ എനിക്കൊരു എൻട്രി ഇല്ലായിരുന്നു, എൻട്രി മിസ്സായി. രണ്ടാമതൊരു ബുള്ളിഷ് വന്നപ്പോഴത്തേക്കിന് എനിക്ക് എൻട്രി ആക്ച്വലി എൻ്റെ ഒരു ലെവലിലോട്ട് വന്നില്ല, അതിന് മുന്നേ അപ്പ് സൈഡിലോട്ട് പോയി. അപ്പോൾ അത് കാരണമാണ് ഞാൻ ട്രേഡ് വേണ്ട എന്നുള്ള ഇതിൽ, കാരണം നമ്മുടെ ലെവലിൽ വരുമ്പം ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് റിവാർഡ് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിപ്പം ലോസ് കറൻ്റ്ലി 3,700, 4,000 ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 4,000 ഓക്കെ, 4,600, 5,000, നമ്മൾ 5,500, 5,200 വരെ നമ്മൾ ലോസ് കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഓപ്ഷൻ സെല്ലിങ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും എക്സ്പയറീസ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ് ആയാലും ചെയ്യാം, ഓപ്ഷൻ ബൈയിങ് ആയാലും ചെയ്യാം. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു അപ്സൈഡ് മൊമെൻറ്റം ഞാൻ കാണുന്നു, ഒരു അപ്സൈഡ് പുഷ് കാണുന്നു നല്ലപോലെ. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻസെക്സിൻ്റെ ഇൻഡെക്സിൽ ഒരു 50-60 പോയിൻറ്റ്സ് ഒരു അപ്സൈഡ് ഒരു ജസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊരു 5 to 6 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് പുഷ് നമുക്ക് കാണാം. ഓക്കെ, ആക്ച്വലി ഇന്ന് വീക്കെൻഡും കൂടെ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് 2 ദിവസം കൊണ്ട് ചുമ്മാ ഇരിക്കണം. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഇനി അടുത്ത ട്രേഡിംഗ് സെഷൻസ് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു അപ്സൈഡ് പുഷാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആ ഒരു അപ്സൈഡ് പുഷ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഇന്ന് ആക്ച്വലി നല്ലൊരു ട്രേഡ് കിട്ടുമായിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും. പക്ഷേ ആ ഒരു എൻട്രി എടുത്തു കഴിയുമ്പോഴത്തേക്കിന് നല്ല രീതിക്ക് നമുക്കൊരു നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടുമായിരുന്നു. കാരണം ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തേക്കുന്ന ആ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ
ആ ഒരു ലെവൽസിൽ ഇത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു നിഫ്റ്റി ഭയങ്കര ബുള്ളിഷാണ്. അപ്പോൾ ഞാൻ നിഫ്റ്റിയിലൊരു പുട്ട് എൻട്രി നോക്കുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെയിലി മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട്. അപ്പം വാച്ച് ചെയ്യേണ്ടവർക്ക് വാച്ച് ചെയ്തിട്ട് ആ ലെവൽ നിങ്ങളുടെ ഒരു സ്പോട്ട് ചാർട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്ക് ചെയ്തിടാം. ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പ്യുവർലി ലിക്വിഡിറ്റി. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ലിക്വിഡിറ്റി. ഓക്കെ, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് എന്നാലും ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി. ഓക്കെ, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് നല്ലൊരു മൊമെൻറ്റം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ആവണം. നമ്മൾ പണ്ട് ആദ്യമൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയം പോലെ എന്താണ് ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം നമുക്ക് മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഡയറക്ഷനിൽ മൊമെൻറ്റം നടക്കുന്നു. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇഷ്യൂസ്. അതൊക്കെ നമ്മൾ കറക്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒരു 80% നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പം എനിക്കായാലും ഡെയിലി ഇപ്പം പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഓക്കെ, എനിക്ക് ഓഫ്കോഴ്സ് എനിക്ക് എസ് എൽ ഹിറ്റ് ആവുന്നുണ്ട്, ബട്ട് നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് 1:2 റിസ്ക് റിവാർഡിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡിൽ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു അപ്സൈഡ് പുഷ് നല്ലപോലെ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഒരു 1500 പോയിൻറ്റ്സൊക്കെ നമുക്ക് ഓക്കെ ഞാൻ പറഞ്ഞ ആ ഒരു അപ്സൈഡ് പുഷാണ് നമുക്ക് വേണ്ടത്. ഓക്കെ 8000 ഞാനിപ്പോൾ എക്സിറ്റ് അടിക്കാൻ പോകണേ. ഓക്കെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് ഓർഡറിലെ കവർ ഓർഡർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഒരു 6000 7000 റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും സഡനായിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, 6000 7000 ഓക്കെ നമുക്ക് ആക്ച്വലി എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇതിൽ നമ്മുടെ ഈ ഒരു സെൻസെക്സിൽ എക്സിറ്റ് അടിക്കുമ്പോഴും നമുക്ക് ആ ഒരു പോയിന്റ് തന്നെ എക്സിറ്റ് കിട്ടത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് ലിക്വിഡിറ്റിയുടെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എക്സിറ്റ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ ജസ്റ്റ് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ ആ പുഷ്. ഓക്കെ, ഞാനൊരു 5800 ആ ഒരു റേഞ്ച്, അതായത് നിയർലി 6000 ഓക്കെ 6000 റുപ്പീസ് പ്രോഫിറ്റ്.